കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു സംവാദമുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് റഷ്യയിൽ മഴ പെയ്യുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കുടപിടിക്കും എന്നാണ്. അതായത് കേരളത്തിലെയോ ഇന്ത്യയിലെയോ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വതന്ത്രമായ ഒരു നിലപാടില്ലെന്നും എല്ലാ കാലത്തും സോവിയറ്റ് യൂണിയൻ്റെ മൗത്ത് പീസായിട്ടാണ് പ്രവർത്തിച്ചിരുന്നതും എന്നാണ് മുഖ്യമന്ത്രി അതിലൂടെ അർത്ഥമാക്കിയത്. അദ്ദേഹം നടത്തിയ പദപ്രയോഗം കേശവദേവിൻ്റെ ഒരു നോവലിൻ്റെ പശ്ചാത്തലത്തിലാണ്. അദ്ദേഹത്തിൻ്റെ നോവൽ മഴയെങ്ങും കുടയിങ്ങും എന്നാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ കളിയാക്കാൻ വേണ്ടി അദ്ദേഹം എഴുതിയതാണ്. തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പത്രങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കേശവദേവ് പ്രവർത്തിച്ചു വരികയായിരുന്നു. 1930കളിൽ സോവിയറ്റ് യൂണിയനെക്കുറിച്ചുള്ള പ്രതിലോമകരമായ അല്ലെങ്കിൽ എതിരായിട്ടുള്ള ഒരുപാട് വാർത്തകൾ ഇംഗ്ലീഷ് പത്രങ്ങൾ വഴി കേരളത്തിലും ഇന്ത്യയിലും എത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു സോവിയറ്റ് വിരോധം കേശവദേവനുണ്ടാകുന്നതും കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റുകാർ അവരുടെ വാൽപ്ലഗുകളാണ് എന്ന മട്ടിലുള്ള പ്രയോഗം ഉണ്ടായതാണ് കേശവദേവൻ്റെ നോവലിൻ്റെ അടിസ്ഥാനം. അതിൽ മലയാളികളായ ആൾക്കാരുടെ പേരൊക്കെ സോവിയറ്റ് നേതാക്കളുടെ പേരിനെ പോലെ ഇസ്കി, ടോവ് എന്നൊക്കെ ചേർത്ത് കുട്ടപ്പോവിസ്കി, മീനാക്ഷി ഏവ് എന്നൊക്കെയാണ് കഥാപാത്രങ്ങൾക്ക് കേശവദേവ് പേര് കൊടുത്തത്. അത് വായിച്ച ഒരു ഓർമ്മയിൽ നിന്നാണ് മുഖ്യമന്ത്രി ഈ പദപ്രയോഗം നടത്തിയത് എന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ അദ്ദേഹം ഉന്നയിച്ച കാര്യം വളരെ പ്രസക്തമായതും ചരിത്രത്തെ വെളിയിലേക്ക് കൊണ്ടുവരുന്നതിനും അദ്ദേഹത്തെയും സഹപ്രവർത്തകരായ മറ്റ് മന്ത്രിമാരെയും കോൺഗ്രസ് പാർട്ടിയെപ്പോലും നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനും അവസരം കിട്ടി എന്നുള്ളത് വാസ്തവമാണ്. അദ്ദേഹം പറഞ്ഞത് ഫാസിസ്റ്റുകളുമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ സന്ധി ചെയ്തു എന്നും സ്റ്റാലിൻ ഹിറ്റ്ലറുമായിട്ടൊരു കരാർ ഒപ്പിട്ടു എന്നും ആണ്. സന്ധി ചെയ്തു എന്ന കാര്യത്തെ നിഷേധിക്കുകയും കരാർ ഒപ്പിട്ടു എന്ന കാര്യം അംഗീകരിക്കുകയും ചെയ്യുന്നു. 1939 ആ കരാർ ഒപ്പിട്ടത്. അതൊരു അനാക്രമണ സന്ധിയാണ്, നോ വാർ പാക്റ്റ്. ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കില്ല എന്ന ഒരു സന്ധിയാണ്. ആ സന്ധി ഒപ്പിടാൻ പോയത് സോവിയറ്റ് യൂണിയൻ്റെ വിദേശകാര്യമന്ത്രിയായിരുന്ന മൊളട്ടോവ് ആയിരുന്നു. എന്തായിരുന്നു ഹിറ്റ്ലറുമായിട്ട് സോവിയറ്റ് യൂണിയന് അങ്ങനെ ഒരു കരാർ ഒപ്പിടേണ്ടി വന്ന സാഹചര്യം? രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് ശത്രു രാഷ്ട്രങ്ങളുമായി സന്ധി ചെയ്യുകയോ കരാറുകളിൽ ഏർപ്പെടുകയോ യുദ്ധം ചെയ്യുകയോ ഒക്കെ പതിവുള്ളതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ട്, കരാർ ഒപ്പിട്ടിട്ടുണ്ട്. 48 യുദ്ധം ചെയ്തു, കരാറുണ്ട്. 65 യുദ്ധം ചെയ്തു, കരാറുണ്ട്. 71 യുദ്ധം ചെയ്തു, കരാറുണ്ട്. സിംല പാക്റ്റ് അല്ലെങ്കിൽ സിംല കരാർ എന്നൊക്കെ പറയുന്നത് അതാണ്. അത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. സോവിയറ്റ് യൂണിയൻ ശക്തമായി നിലവിൽ വരുന്നത് 1920കളുടെ ആരംഭത്തോടു കൂടിയാണ്. 1917 റഷ്യയിൽ വിപ്ലവം നടക്കുന്നു, സാർ ഭരണകൂടം തകരുന്നു. തൽസ്ഥാനത്ത് റഷ്യ ഒരു ഫെഡറേഷനായി രൂപീകരിച്ചുകൊണ്ട് 1919 USSR നിലവിൽ വരുന്നു. അതേപോലെ റഷ്യ ആയിരുന്ന രാജ്യം 14ഓളം വരുന്ന ദേശരാഷ്ട്രങ്ങളൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് സോവിയറ്റ് യൂണിയൻ എന്ന പേരിൽ വരുന്നു. ആ രാഷ്ട്രത്തെ തച്ച് തകർക്കാനായിട്ട് ബ്രിട്ടൻ, ഫ്രാൻസ്, അമേരിക്ക, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇടപെടുകയും അതിനെ ശിഥിലമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അല്പം ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ നവജാത ശിശുവിനെ തൊട്ടിലിട്ട് കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയാം. ആ യുദ്ധത്തിന് പറയുന്നത് വാഴ്സ് ഓഫ് ഇൻ്റർവെൻഷൻ എന്നാണ്, ഇടങ്കോലിടൽ യുദ്ധം എന്നാണ്. ആ യുദ്ധത്തെ അതിജീവിക്കാൻ സോവിയറ്റ് യൂണിയന് സാധിച്ചു എന്നു മാത്രമല്ല, ലോകരാഷ്ട്രങ്ങളുടെ മോചനത്തിനു വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഘടകങ്ങൾ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലും സ്ഥാപിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണ് 1919 മൂന്നാം ഇൻ്റർനാഷണൽ കോമിൻറ്റേഡ് എന്ന സംഘടന നിലവിൽ വന്നു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാഷ്ട്രങ്ങളിലെല്ലാം ഏഷ്യൻ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപീകൃതമായത്. ഇന്ത്യയിലെ, ഇന്തോനേഷ്യയിലെ, ചൈനയിലെ ആ ചരിത്രം നമുക്ക് വേറെ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ശത്രുക്കൾ, സാമ്രാജ്യത്വ ശത്രുക്കൾ എത്ര കിണഞ്ഞു ശ്രമിച്ചതും സോവിയറ്റ് യൂണിയനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടമുണ്ടായിരുന്ന 2 യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും ഒക്കെ. ഒരുപക്ഷെ മാർക്സും ആദ്യകാലത്തെ മാർക്സിസ്റ്റുകാരും വിചാരിച്ചിരുന്നത് ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവം ആദ്യം ഉണ്ടാവുക ജർമ്മനിയിലായിരിക്കും എന്നായിരുന്നു. അത് നടന്നില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരായ ഒരുപാട് പേർ ഈ രാജ്യങ്ങളിലുണ്ടായിരുന്നു.
അവരെയൊക്കെ കൊന്നൊടുക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ടാണ് മുൻ സോഷ്യലിസ്റ്റുകളായ മുസോളിനി ഇറ്റലിയിലും ഹിറ്റ്ലർ ജർമ്മനിയിലും അധികാരം പിടിച്ചത്. 22-23 ആവുമ്പോൾ തന്നെ മുസോളിനി ഇറ്റലി കൈവശപ്പെടുത്തിയിരുന്നു. 33 തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചുകൊണ്ടാണ് ഹിറ്റ്ലർ രംഗത്തെത്തുന്നത്. അവിടുത്തെ പ്രസിഡൻ്റായിരുന്ന വോൺ ഹിൻഡൻബർഗ് മരിച്ചപ്പോൾ ആ സ്ഥാനവും കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഹിറ്റ്ലർ തൻ്റെ നടപടി തുടങ്ങുന്നത്. ഇതിന് വംശവിദ്വേഷം, ആൻറ്റി സെമിറ്റിസം എന്ന് പറയുന്ന സെമിറ്റിക് വംശവിരോധവും ജൂത വംശവിരോധവും ആര്യവംശ മഹിമാബോധവുമാണ് അദ്ദേഹത്തെ നയിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അതിശക്തമായ കോർപ്പറേറ്റുകളായിരുന്നു. മുസോളിനി ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ഫാസിസം എന്ന് പറയുന്നത് രാഷ്ട്രവും കോർപ്പറേറ്റുകളും തമ്മിൽ വ്യത്യാസമില്ലാതാകുന്ന യോജിപ്പെന്നല്ല പറയുന്നത്, തമ്മിൽ വ്യത്യാസമില്ലാത്തത് ഒന്ന് തന്നെയാണ് എന്ന അവസ്ഥയിലേക്കാണ്. ജർമ്മനിയിലെ ജൂതന്മാരെ ഹിറ്റ്ലർ വേട്ടയാടുന്നതിൻ്റെ പ്രധാന കാരണം അതിൽ നല്ലൊരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളായിരുന്നു എന്ന കാര്യവും നമ്മൾ ഓർക്കണം. ആര്യവംശക്കാർ താമസിക്കുന്നു എന്ന് പറയുന്ന പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടു. അങ്ങനെയാണ് 1937 ഓസ്ട്രിയയെ കീഴടക്കി, പൂർണ്ണമായി ജർമ്മനിയോട് ചേർത്തു. ഓസ്ട്രിയയോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണ് ചെക്കോസ്ലോവാക്യ. ആ ചെക്കോസ്ലോവാക്യയിൽ ഏതാണ്ട് 30 ലക്ഷത്തോളം ജർമ്മൻ വംശജർ താമസിക്കുന്ന സുഡറ്റൻ ലാൻഡ് എന്നൊരു പ്രദേശമുണ്ട്. അത് കീഴടക്കണമെന്ന് ഹിറ്റ്ലർക്ക് മോഹമുണ്ടായി. അത് ആക്രമിക്കാൻ അദ്ദേഹം പരിപാടി ഇടുകയും ചെയ്തു. എന്നാൽ അതിനെ ബ്രിട്ടനും ഫ്രാൻസും എതിർത്തപ്പോൾ ഒത്തുതീർപ്പ് ചർച്ചയുണ്ടായി. 1938 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ചേംബർലൈനും ഫ്രഞ്ച് പ്രധാനമന്ത്രിയായിരുന്ന ദലാദിയറും മ്യൂണിച്ചിൽ, ജർമ്മൻ പട്ടണമായ മ്യൂണിച്ചിൽ ചെന്ന് ഹിറ്റ്ലറെ കണ്ടു. ചെക്കോസ്ലോവാക്യയെ ആക്രമിക്കരുത് എന്നാവശ്യപ്പെടാനായിട്ട് അങ്ങോട്ട് പോയ നെവിൽ ചേംബർലൈനും ദലാദിയറും അവിടുന്ന് പോകുന്നത് ഘട്ടഘട്ടമായിട്ട് ചെക്കോസ്ലോവാക്യയെ ആക്രമിക്കുന്നതിന് ഹിറ്റ്ലർക്ക് അനുമതി കൊടുത്തുകൊണ്ടാണ്. അതിൻ്റെ പേരാണ് മ്യൂണിച്ച് പാക്റ്റ്. അതിനെ മ്യൂണിച്ച് സറണ്ടർ, മ്യൂണിച്ചിലെ കീഴടങ്ങൽ എന്നും പറയും. അപ്പോൾ ഹിറ്റ്ലർക്ക് അംഗീകാരം കിട്ടി. സാമ്രാജ്യത്വ രാജ്യങ്ങളായ ബ്രിട്ടനും ഫ്രാൻസുമൊക്കെ ഹിറ്റ്ലറുടെ ആക്രമണ പരമ്പരയെ പിന്തുണയ്ക്കുന്നു. അടുത്ത ഘട്ടം പോളണ്ടായിരുന്നു. പോളണ്ട് ആക്രമിക്കാൻ ഒരു പരിപാടിയിട്ടു. പോളണ്ട് ആക്രമിക്കാൻ പരിപാടിയിടുന്നതിന് കാരണം കിഴക്കൻ ഏഷ്യ, സോവിയറ്റ് യൂണിയൻ ഉൾപ്പെടെയുള്ള മധ്യേഷ്യ പ്രദേശങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഇയാൾക്ക് പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഹിറ്റ്ലറുടെ പതനത്തിന് ശേഷമാണ് വെളിയിൽ വന്നത്. രഹസ്യ ഉടമ്പടിയായിരുന്നു. ആ ഉടമ്പടി അനുസരിച്ച് 1939 ഇവർ 3 രാഷ്ട്രങ്ങൾ ചേർന്നൊരു അച്ചുതണ്ട് ശക്തി ഉണ്ടായിരുന്നു, ആക്സിസ് പവേഴ്സ്. ജർമ്മനി, ഇറ്റലി, കിഴക്കുള്ള ജപ്പാൻ. ഈ 3 രാജ്യങ്ങളും ചേർന്ന് അച്ചുതണ്ട് ഉണ്ടാക്കിയത് ഏഷ്യയും ആഫ്രിക്കയും യൂറോപ്പും ചേർന്ന് ഒരുമിച്ച് കിടക്കുന്ന 3 ഭൂഖണ്ഡങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഭരിക്കണം. അതിനൊരു അച്ചുതണ്ടായിട്ട് ഈ 3 രാഷ്ട്രങ്ങൾ നിൽക്കണം. അതിന് കിഴക്കൻ ഏഷ്യയിൽ ജപ്പാനെയാണ് കൂട്ടുപിടിച്ചത്. ഇവർ സംഗമ ഭൂമിയായിട്ട് കണ്ടെത്തിയത് ഡൽഹി ആയിരുന്നു എന്ന് പറയുന്നു. രഹസ്യരേഖ എന്ന് പിന്നീട് കിട്ടിയതാണ്. ഈ ആക്രമണം നടക്കുന്ന കാലത്ത് ഇതിൻ്റെ വിവരം നമുക്കില്ലായിരുന്നു. ഈ സീക്രട്ട് ഡോക്യുമെൻറ്റ്സ് ബിഫോർ ദ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞൊരു പുസ്തകം പിന്നീട് സോവിയറ്റ് യൂണിയൻ പ്രസിദ്ധീകരിച്ചതിൽ നിന്നാണ് ഈ വിവരങ്ങൾ വെളിയിൽ വരുന്നത്, രഹസ്യ ഡോക്യുമെൻ്റ് വെളിയിൽ വന്നത്. അതനുസരിച്ച് ജർമ്മനിയിൽ നിന്നും കിഴക്കോട്ട് സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചുകൊണ്ട് മധ്യേഷ്യ വഴി, പണ്ട് മുഗളന്മാരൊക്കെ ഇന്ത്യയിലേക്ക് വന്നാൽ അഫ്ഗാനിസ്ഥാൻ വഴി ജർമ്മൻകാർ ഡൽഹിയിലെത്തും. ഇറ്റാലിയൻ സൈന്യം നേരെ ഈജിപ്തിൽ കടന്ന്, പണ്ട് അലക്സാണ്ടർ ഇന്ത്യയിൽ എത്തിയതുപോലെ ഈജിപ്റ്റ് വഴി, പാലസ്തീൻ വഴി, ഇറാഖ് വഴി, ഇറാൻ വഴി, ബലൂചിസ്ഥാൻ വഴി, സിന്ധ് പഞ്ചാബ് വഴി ഡൽഹിയിലെത്തും. ജപ്പാൻ കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ആക്രമിച്ച് ചൈന, സയാം, മ്യാൻമാർ, ബർമ്മ, ഇന്ന് കലാപകലുഷിതമായിരിക്കുന്ന മണിപ്പൂർ, ഇന്ത്യക്കകത്ത് കടന്ന് ബംഗാൾ വഴി, ഗംഗാ സമതലം വഴി ഡൽഹിയിലെത്തണം. ഈ 3 വഴികളിലൂടെ ഇവർ ഡൽഹിയിലെത്താനായിരുന്നു പദ്ധതിയിട്ടിരുന്നത്. ആ പദ്ധതിക്ക് സഹായകരമായ എല്ലാ ശക്തികളെയും അവർ കൂട്ടുപിടിക്കുകയും എതിര് നിന്നവരെ നശിപ്പിക്കുകയും ചെയ്തു. ഇതാണ് ഈ പ്ലാൻ. ആ പ്ലാനിനെ കുറിച്ച് ആ പദ്ധതിയെക്കുറിച്ച് ഒരുപക്ഷെ സോവിയറ്റ് യൂണിയൻ അറിയാമായിരുന്നിരിക്കണം. പക്ഷേ സോവിയറ്റ് യൂണിയന് ജർമ്മനിയെ നേരിടാനുള്ള സൈനിക ശക്തി അന്നില്ല. കാരണം ഏറ്റവും നൂതനമായ ആയുധങ്ങളില്ലാതെ യുദ്ധം ജയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു ബ്രീത്തിങ് ടൈം, ശ്വാസം വിടാനുള്ള സമയമെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയിട്ട്
സോവിയറ്റ് യൂണിയനെ ജർമ്മനി ആക്രമിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 1939 സെപ്റ്റംബറിൽ ഈ കരാർ ഒപ്പിടുന്നത്. 1939 സെപ്റ്റംബറിൽ പോളണ്ട് ആക്രമിച്ചതോടുകൂടിയാണ് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയത് എന്ന് നമുക്കറിയാം. അങ്ങനെ സോവിയറ്റ് യൂണിയൻ തൽക്കാല രക്ഷയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ കരാറാണ്, ഇത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള കരാറാണ്, അല്ലാതെ അത് ഫാസിസവുമായിട്ടുള്ള ഒത്തുതീർപ്പല്ല. ഫാസിസത്തിനെതിരായിട്ട് അതിശക്തമായിട്ട് പോരാടിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണ്. പ്രത്യേകിച്ച് ഇറ്റലിയിൽ അന്റോണിയോ ഗ്രാംഷിയെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും ഇറ്റാലിയൻ പാർലമെൻറ്റ് അംഗവുമായിരുന്ന അന്റോണിയോ ഗ്രാംഷിയെ ജയിലിലിട്ട് കൊന്നത് ഫാസിസ്റ്റുകാരാണ്. ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നൊടുക്കിയത് ഹിറ്റ്ലറാണ്. ജൂതന്മാരായിരുന്നു അവരിൽ പലരും എന്ന കാര്യവും നമ്മൾ ഓർക്കണം. ഇതായിരുന്നു 1939 ഈ നോവാർ പാക്റ്റിൻ്റെ പശ്ചാത്തലം. ഇതേ സമയം ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും മനോഭാവം എന്തായിരുന്നു? എങ്ങനെയെങ്കിലും സോവിയറ്റ് യൂണിയനെ തകർക്കുക എന്നുള്ളതാണ്. സോവിയറ്റ് യൂണിയൻ ശക്തമായി നിലനിൽക്കുകയാണ് എങ്കിൽ ബ്രിട്ടനും ഫ്രാൻസും എല്ലാം കൈവശം വച്ചിരിക്കുന്ന ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും കോളനി രാജ്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടുകയും ആ കോളനി രാജ്യങ്ങളെ ചൂഷണം ചെയ്ത് തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്ത് തുടർന്ന് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയാതെ വരും എന്ന ഭീഷണിയുമുണ്ട്. ആ ഭീതി 45 യുദ്ധം അവസാനിച്ചതിന് ശേഷം യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു. കാരണം 45 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച് 20 കൊല്ലം തികയുമ്പോഴേക്കും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ബഹുഭൂരിപക്ഷം രാഷ്ട്രങ്ങളും സ്വതന്ത്രമാവുകയും ജനാധിപത്യ ഗവൺമെൻറ്റുകളോ അല്ലെങ്കിൽ പട്ടാള സർക്കാരുകളോ നിലവിൽ വരികയും ചെയ്തു എന്ന കാര്യം ഓർക്കുമ്പോഴാണ്, ആ സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് 1930കളിൽ സോവിയറ്റ് യൂണിയനെ തകർക്കുന്നതിനു വേണ്ടി ബ്രിട്ടനും ഫ്രാൻസും കൂടി നടത്തിയ ശ്രമങ്ങളുടെ പശ്ചാത്തലം നമുക്ക് ബോധ്യപ്പെടുക. അതൊരു കാര്യം. 1917 റഷ്യൻ വിപ്ലവത്തിൻ്റെ തുടർന്ന് 4 പ്രധാനപ്പെട്ട സാമ്രാജ്യങ്ങളാണ് തകർന്നു വീഴുന്നത്. 1914 മുതൽ 19 വരെ നീണ്ടുനിന്ന ഒന്നാം ലോക മഹായുദ്ധം. അത് ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ വിളിച്ചതാണ് ഒന്നാം ലോക മഹായുദ്ധമെന്ന്. വാസ്തവത്തിൽ റഷ്യ, ലെനിൻ അതിനെ വിളിച്ചത് ഒന്നാം സാമ്രാജ്യത്വ യുദ്ധം എന്നാണ്. കാരണം 14 തുടങ്ങിയ യുദ്ധം സാമ്രാജ്യത്വ രാഷ്ട്രങ്ങൾ തമ്മിൽ കോളനികളെ വീതം വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. വീതം വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ട് ആ യുദ്ധത്തിൽ തൊഴിലാളി വർഗത്തിന് യാതൊരു കടമയും അല്ലെങ്കിൽ ഉത്തരവാദിത്വവുമില്ല. ഓരോ രാജ്യത്തിലെയും തൊഴിലാളി വർഗം അവിടുത്തെ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞ് ഭരണകൂടത്തെ ദുർബലമാക്കുക, എന്നിട്ട് അധികാരം പിടിച്ചെടുക്കുക എന്ന നയമാണ് റഷ്യ മുന്നോട്ട് വെച്ചത് ലെനിൻ്റെ നേതൃത്വത്തിൽ. അതുകൊണ്ടാണ് അതിനെ സാമ്രാജ്യത്വ യുദ്ധമെന്ന് അദ്ദേഹം വിളിച്ചത്. അതിന് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം വീക്കസ്റ്റ് ലിങ്ക് തിയറി, ദുർബലമായ കണ്ണി കണ്ടെത്തുക. സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളിൽ ഏറ്റവും ദുർബലമായ രാജ്യം ഏതാണെന്ന് കണ്ടെത്തി അവിടുത്തെ തൊഴിലാളി വർഗ പാർട്ടി ആ സർക്കാരിനെ തകർക്കുകയും അവിടെ തൊഴിലാളി വർഗം അധികാരം പിടിക്കുകയും ചെയ്യുക, എന്നിട്ട് ലോകമാസകലം ഈ വിപ്ലവത്തെ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന തന്ത്രമാണ് ലെനിൻ ആവിഷ്കരിച്ചത്. അത് റഷ്യയിൽ തന്നെ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. കാരണം ഏറ്റവും ദുർബലമായ സാമ്രാജ്യത്വ രാജ്യം റഷ്യയായിരുന്നു. 17 അവിടെ വിപ്ലവം നടന്നു. സാർ ചക്രവർത്തി പുറത്തായി. അടുത്ത വർഷങ്ങളിൽ തന്നെ സാർ ചക്രവർത്തി കൈയടക്കി വച്ചിരുന്ന ദേശരാഷ്ട്രങ്ങളെല്ലാം സ്വതന്ത്രമായി. അവർക്ക് സ്വതന്ത്ര പദവി കൊടുത്തു. പക്ഷേ അവർ സ്വമേധയാ സോവിയറ്റ് യൂണിയനിൽ ചേർക്കുകയും റഷ്യയോട് ചേർന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടാവുകയും ചെയ്തു. ഇതേ തുടർന്ന് ലോകരാഷ്ട്രങ്ങളിലെല്ലാം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രൂപീകൃതമായി. സാർ ചക്രവർത്തിയുടെ സാമ്രാജ്യം തകർന്നതുപോലെ തന്നെയാണ് ഓസ്ട്രിയ ഹംഗറി എന്ന് വെച്ചാൽ ഹാബ്സ്ബർഗ് രാജവംശം തകർന്നു. അതേപോലെ ജർമ്മനി ഭരിച്ചിരുന്ന ഹോഹൻ സോളൻ എന്ന് പറയുന്ന രാജവംശം, പഴയ കൈസർ ചക്രവർത്തിയുടെ രാജവംശം, അത് തകർന്നു. ടർക്കിഷ് എംപയർ, തുർക്കി സാമ്രാജ്യം തകർന്നു. ആ തുർക്കി സാമ്രാജ്യം തകർന്ന സ്ഥാനത്താണ് ഇന്നത്തെ പശ്ചിമേഷ്യയിലെ പുതിയ സ്വതന്ത്ര രാഷ്ട്രങ്ങൾ ഉയർന്നു വന്നത്. ഹാബ്സ്ബർഗ് രാജ്യം, ഓസ്ട്രിയ ഹംഗറി രാജ്യം തകർന്ന സ്ഥാനത്താണ് തെക്ക് കിഴക്കൻ യൂറോപ്പിൽ 7 പുതിയ സ്വതന്ത്ര രാഷ്ട്രങ്ങൾ നിലവിൽ വന്നു. ദേശീയ സ്വയംനിർണയ അവകാശം എന്ന പേരിൽ ആ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും പിന്നീട് ലെനിനും ഒക്കെ അംഗീകരിച്ച തത്വപ്രകാരം 7 രാഷ്ട്രങ്ങളാണ് പുതുതായിട്ട് റഷ്യയിൽ അല്ലെങ്കിൽ കിഴക്കൻ യൂറോപ്പിൽ ഉണ്ടായത്. അതായത് ഓസ്ട്രിയ, ഹംഗറി, റൊമാനിയ, ചെക്കോസ്ലോവാക്യ, പോളണ്ട്, യുഗോസ്ലാവിയ തുടങ്ങിയ രാജ്യങ്ങൾ. ഇവയെല്ലാം തന്നെ പിന്നെ സോഷ്യലിസ്റ്റ് ചേരിയിലാവുകയും 91 സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് തൊട്ട് മുമ്പാണ് ഈ രാഷ്ട്രങ്ങളിലെല്ലാം വംശീയ വിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഛിന്ന ഭിന്നമാക്കി കളഞ്ഞു സാമ്രാജ്യത്വ ഇടപെടൽ. അപ്പോൾ
ഈ 7ഓളം രാജ്യങ്ങൾ, അര ഡസനോളം രാഷ്ട്രങ്ങൾ കിഴക്കൻ യൂറോപ്പിൽ സ്വതന്ത്രമായി. ഇതൊക്കെ തന്നെ സാമ്രാജ്യത്തിന് വലിയ ഭീഷണിയായി. ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും നിലനിൽപ്പ് അപകടത്തിലാണെന്ന് മനസ്സിലായി. അവരുടെ കോളനികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഉണ്ടാകുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമാകുന്നു. അതിനെ പീഡിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു. നിരവധി ഗൂഢാലോചന കേസുകൾ ഉണ്ടാക്കുന്നു. പെഷവാർ ഗൂഢാലോചന കേസ്, കാൺപൂർ ഗൂഢാലോചന കേസ്, മീററ്റ് ഗൂഢാലോചന കേസ്. നിരവധി കമ്മ്യൂണിസ്റ്റുകാരെ നരകിപ്പിച്ചു കൊന്നു. എത്രയോ ആയിരം പേർ ജയിലുകളിൽ കിടന്നു. കേരളത്തിനകത്ത് തന്നെ പല വെടിവെപ്പുകളിലും കമ്മ്യൂണിസ്റ്റുകാർ കൊല്ലപ്പെട്ടതിൻ്റെ കഥ നമുക്കറിയാം. അപ്പോൾ ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പീഡനം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഉന്മൂലനം സാമ്രാജ്യത്വം മനഃപൂർവ്വം ചെയ്തതാണ്. ഇവിടെ ഒരു കാര്യം കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യക്കകത്ത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യധാരാ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതിൻ്റെ നേതാവായിരുന്ന മഹാത്മാഗാന്ധിയും, ആ കോൺഗ്രസ്സിനകത്ത് 1934 രൂപീകൃതമായതാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി, CSP. ആ CSPയിൽ ഒരു വിഭാഗമാണ് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറുന്നത്. ഈ CSPയുടെ ഒരു പ്രബല നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹം തികഞ്ഞ സോഷ്യലിസ്റ്റായിരുന്നു. നെഹ്റുവിൻ്റെയും ജയപ്രകാശ് നാരായണൻ്റെയും ഒക്കെ കൂട്ടുകാരനായിരുന്നു. ഗാന്ധി വിമർശകനായിരുന്നു. അതുപോലെ ഗാന്ധി ഭക്തനുമായിരുന്നു. 1938 ഇൻ്റർനാഷണൽ കോൺഗ്രസിനകത്തൊരു തിരഞ്ഞെടുപ്പ് നടന്നു പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക്. ഇടതുപക്ഷം CSP ഇടതുപക്ഷവും കൂടെ സുഭാഷ് ചന്ദ്രബോസിനെ സ്ഥാനാർത്ഥിയാക്കി. കോൺഗ്രസ് ഗാന്ധിജിയുടെ സ്ഥാനാർത്ഥിയായി പട്ടാഭി സീതാരാമയ്യ മത്സരിച്ചു. തെരഞ്ഞെടുപ്പിൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി സീതാരാമയ്യ ദയനീയമായി പരാജയപ്പെടുകയും ബോസ് വിജയിക്കുകയും ചെയ്തു. ഗാന്ധി രാജിവെച്ചു. ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ 25 പൈസ 4 അംഗത്വം രാജിവെച്ചു. ഗാന്ധി പറഞ്ഞു, എൻ്റെ സ്ഥാനാർത്ഥിയുടെ പരാജയം എന്നിൽ കോൺഗ്രസ്സുകാർക്ക് വിശ്വാസമില്ല എന്നതിൻ്റെ തെളിവാണെന്ന് പറഞ്ഞാണ് രാജിവെച്ചത്. അത് കോൺഗ്രസ്സിൽ പ്രതിസന്ധി ഉണ്ടാക്കി. ഇടതുപക്ഷക്കാർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടായി. ഒരു ഒത്തുതീർപ്പുണ്ടായി. പുതിയ പ്രസിഡന്റ് സ്ഥാനമേൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക്, അതായത് വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് ഗാന്ധിജി നിർദ്ദേശിക്കുന്ന ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊള്ളാം. അപ്പോൾ പ്രസിഡന്റ് ആരായിരുന്നാലും കുഴപ്പമില്ല, ആ പ്രസിഡന്റിനെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കാനാണ് തീരുമാനം. ബോസ് യോജിച്ചു. പക്ഷേ പ്രവർത്തനം നേരത്തെ ആഗ്രഹിച്ചതുപോലെ നടന്നില്ല. അദ്ദേഹത്തിന് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം നിരാശനായി അതിൽ നിന്ന് രാജിവെക്കുകയും ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുകയും ചെയ്തു. 1939 38 അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 39 അതായത് 32 ഡിസംബറിലും 39 ആദ്യമാണ് തിരഞ്ഞെടുക്കപ്പെട്ടു. 30 അവസാനം തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ച് ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സമഗ്രമായൊരു സമരത്തിന്, ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് പദ്ധതിയിട്ടു. പക്ഷേ ലോക സാഹചര്യം തിരിക്കും മനസ്സിലാക്കുന്നയാളായിരുന്നു ബോസ്. അതുകൊണ്ട് യൂറോപ്പിൽ യുദ്ധം ഉരുണ്ടുകൂടുകയാണ്, അന്തരീക്ഷം ഉരുണ്ടുകൂടുകയാണെന്നും താമസിയാതെ യൂറോപ്പിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്നും അതിൽ ബ്രിട്ടീഷ് വിരുദ്ധ ചേരിയുമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം സന്ധി ഉണ്ടാക്കണം എന്നും ആ സന്ധിയുടെ സഹായത്തോടു കൂടി ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്നും മോചിപ്പിക്കണം എന്നും ഉള്ളതായിരുന്നു ബോസിൻ്റെ താല്പര്യം. അതായത് യൂറോപ്പിൽ യുദ്ധം ഉണ്ടാകാൻ പോകുന്നു. ആ യുദ്ധത്തിൽ ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഒരു ചേരിയിലായിരിക്കും. എതിർ ചേരിയിൽ ആരൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ബോസിന് ഊഹമുണ്ട്. അത് ജർമ്മനി ആയിരിക്കാം, സ്പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇറ്റലി ആയിരിക്കാം. അപ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ ചേരിയുമായിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കൾ സഖ്യമുണ്ടാക്കണം. ആ സഖ്യത്തിൻ്റെ സഹായത്തോടു കൂടി ഇന്ത്യയെ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിക്കണമെന്ന സിദ്ധാന്തമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിൽ ആരും യോജിച്ചില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർക്ക് യോജിപ്പുണ്ടായില്ല. അങ്ങനെയാണ് അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചു. 39 യുദ്ധം ഉണ്ടായപ്പോൾ ഇതിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരം നടത്തിയിരുന്നവരെല്ലാം ബ്രിട്ടീഷുകാർ ജയിലിലാക്കി. അങ്ങനെ ബോസും ജയിലിലായി. അവിടെ നിന്നും ബോസ് അത്യത്ഭുതകരമായി രക്ഷപ്പെട്ടു. 41 അദ്ദേഹത്തിൻ്റെ അനന്തരവൻ്റെ സഹായത്തോടുകൂടി കൽക്കട്ടയിൽ നിന്നും അദ്ദേഹം ട്രെയിൻ മാർഗം, കാർ മാർഗം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ട്രെയിൻ മാർഗം ഇന്ത്യ കടന്ന് അഫ്ഗാനിസ്ഥാനിലെത്തി. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സോവിയറ്റ് യൂണിയനിലെത്തി ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിടെ നിന്ന് പ്രവർത്തിക്കാനായിരുന്നു അദ്ദേഹത്തിൻ്റെ താല്പര്യം. കാരണം സോവിയറ്റ് യൂണിയൻ പ്രകടമായി അന്ന് ബ്രിട്ടീഷ് വിരുദ്ധ ചേരിയിലായിരുന്നു. അതായത് ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും സാമ്രാജ്യത്വ വികസന പദ്ധതിക്ക് എതിരായിരുന്നു സോവിയറ്റ് യൂണിയൻ. അപ്പോൾ സോവിയറ്റ് യൂണിയനുമായിട്ട് സഖ്യമുണ്ടാക്കിയാൽ സോവിയറ്റ് സേനയ്ക്ക് അതിർത്തി കടന്ന് അഫ്ഗാനിസ്ഥാൻ വഴി കാശ്മീർ വഴി ഇന്ത്യയിലെത്താനും സൈനികമായി ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്താനും സാധിക്കുമെന്ന തോന്നലാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. എന്നാൽ
അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സോവിയറ്റ് യൂണിയനിലേക്ക് പോകാനുള്ള വിസ അല്ലെങ്കിൽ കരാർ അദ്ദേഹത്തിന് ഒപ്പിട്ട് ശരിയായില്ല. അദ്ദേഹം പിന്നെ വളരെ പണിപ്പെട്ട് ഇറ്റലിയിലെത്തി. ഇറ്റലിയിൽ മുസോളിനിയായിട്ട് സംസാരിച്ചു. ഇറ്റലിയിൽ അദ്ദേഹം ജർമ്മനിയിലെത്തി. ഹിറ്റ്ലറുമായിട്ട് വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും കണ്ടുപിടിച്ചു. പക്ഷേ ഹിറ്റ്ലറുടെ മനോഭാവം സഹായകരമായിരുന്നില്ല. ഹിറ്റ്ലറുമായിട്ട് അദ്ദേഹം പങ്കുവച്ച ആശയം കിഴക്കൻ യൂറോപ്പ് വഴി, മധ്യ യൂറോപ്പ് വഴി, അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലേക്ക് എത്തണം. അതിന് ജർമ്മനിയുടെ സഹായം വേണം. നേരത്തെ രഹസ്യ പദ്ധതി പ്രകാരം ഫാസിസ്റ്റുകൾ ഇട്ടിരിക്കുന്ന പദ്ധതിയാണ് ഡൽഹിയിലേക്ക് എത്തുക എന്നുള്ളത്. അതറിയാതെയാണെങ്കിൽ പോലും ബോസും അതേ വഴിക്ക് തന്നെ ചിന്തിക്കുകയാണ്. ബോസിൻ്റെ മനസ്സിൽ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ഇന്ത്യയുടെ മോചനം ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിലൂടെ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ ശക്തമായി നിൽക്കുന്ന ജർമ്മനിയാണ്. ജർമ്മനിയുമായിട്ട് കൂട്ടുകൂടി സോവിയറ്റ് യൂണിയൻ്റെ പ്രദേശത്തുകൂടെ കിഴക്കൻ യൂറോപ്പ് വഴി, മധ്യ ഏഷ്യ വഴി, അഫ്ഗാനിസ്ഥാൻ വഴി ഇന്ത്യയിലെത്തുക. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പദ്ധതി. അത് ഹിറ്റ്ലറുമായിട്ട് പങ്കുവച്ചു. ഹിറ്റ്ലർ അതിനോട് അനുകൂല മനോഭാവം കാണിച്ചില്ല. അനുകൂല മനോഭാവം കാണിക്കാത്തതുകൊണ്ട് അദ്ദേഹം മറുവഴി തേടി. അങ്ങനെയാണ് ജർമ്മൻ മുങ്ങിക്കപ്പലിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ ജപ്പാനിലെത്തുന്നതും ജപ്പാൻ്റെ സഹായത്തോടുകൂടി കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ആക്രമിച്ച് ഇന്ത്യയിലെത്താൻ പദ്ധതിയിട്ടതും. ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ പുസ്തകങ്ങൾ വന്നിട്ടുള്ളതാണ്. ഏറ്റവും ഒടുവിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ സഹോദരൻ്റെ പൗത്രൻ സുഗത ബോസ് എഴുതിയൊരു പുസ്തകമുണ്ട്, ഹിസ് മജസ്റ്റീസ് ഓപ്പണന്റ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അവിടെ ഹിസ് മജസ്റ്റി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ചക്രവർത്തിയാണ്. ബ്രിട്ടീഷ് ചക്രവർത്തിയുടെ എതിരാളിയായ ബോസിൻ്റെ പദ്ധതി ഇതായിരുന്നു. അപ്പോൾ നോക്കൂ, ജർമ്മനി റഷ്യ വഴി ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിച്ച അതേ പാതയിലൂടെയാണ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയുടെ മോചനത്തിനു വേണ്ടി ഡൽഹിയിലെത്താൻ ആഗ്രഹിച്ചത്. പക്ഷേ ഹിറ്റ്ലർ സഹായകരമായ നിലപാടെടുക്കാത്തതുകൊണ്ട് ബോസിന് വരാൻ പറ്റിയില്ല. അദ്ദേഹം പിന്നെ ജപ്പാൻ്റെ സഹായത്തോടെ വരാനാണ് ശ്രമിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ, അന്നത്തെ സംഭവങ്ങളും കൂടെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ 39 നോവാർ പാക്റ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാവുകയുള്ളൂ. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ചും അക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്ത നിലപാടിനെക്കുറിച്ചും മനസ്സിലാക്കാൻ സാധിക്കും. 39 യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൽ ഏർപ്പെട്ടു. ബ്രിട്ടനെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ 41 ജൂൺ മാസത്തിൽ 39 അനാക്രമണ സന്ധിയെ നഗ്നമായി ലംഘിച്ചുകൊണ്ട് ജർമ്മനിയിലേക്ക് നാസിപ്പട കടന്നു കയറുകയും സോവിയറ്റ് യൂണിയനെ ആക്രമിക്കുകയും ചെയ്തു. അതോടുകൂടി നോവാർ പാക്റ്റ് എന്ന് പറയുന്ന അനാക്രമണ സന്ധി റദ്ദായി. സോവിയറ്റ് സേന അതിശക്തമായി തിരിച്ചടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആക്രമിച്ചതോടുകൂടി അതിനെ പീപ്പിൾസ് വാർ, ജനകീയ യുദ്ധമെന്ന് പേരിട്ടു. സോവിയറ്റ് യൂണിയൻ്റെ നിലനിൽപ്പ് സാർവദേശീയ വിമോചന പ്രസ്ഥാനത്തിന് അനിവാര്യമാണെന്ന നിലപാട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ എടുത്തു. അങ്ങനെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സോവിയറ്റ് യൂണിയന് പിന്തുണ പ്രഖ്യാപിച്ചു. ആ സാഹചര്യം അങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചതിന് ശേഷമാണ് 42 ക്വിറ്റ് ഇന്ത്യ സമരം തുടങ്ങുന്നത്. ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതൃത്വ നിലയിലുണ്ടായിരുന്ന വർക്കിംഗ് കമ്മിറ്റിയാണ് അത് തീരുമാനിച്ചത്. ഗാന്ധിയാണ് ആ പ്രമേയം അവതരിപ്പിച്ചത്. ആ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ കമ്മ്യൂണിസ്റ്റുകാർ എതിർത്തു എന്ന് പറഞ്ഞ് ഇന്ന് നടക്കുന്നവർ ചരിത്രം വായിക്കണം. എന്തുകൊണ്ടാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കാൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി നിർബന്ധിതമായത്? കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് ജപ്പാൻ്റെ സൈന്യം മുന്നേറുകയാണ്. ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലെ കോളനികൾ ഒന്നൊന്നായി കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചൈന ഭരിക്കുന്ന ചിയാങ് പരാജയപ്പെടുന്നു. അദ്ദേഹം ഫോർമോസ ദ്വീപിലേക്ക് അഭയം പ്രാപിക്കുന്നു. ബ്രിട്ടീഷ് കോളനികളായ സിംഗപ്പൂരും പിന്നെ ഹോങ്കോങ്ങും മലയയും ബർമ്മയും കീഴടങ്ങുന്നു. ഫ്രഞ്ച് കോളനിയായ ഇൻഡോ ചൈന എന്ന് പറയുന്ന ഇന്തോനേഷ്യ, പിന്നെ വിയറ്റ്നാം, ഡച്ച് കോളനിയായ ഇന്തോനേഷ്യ, സ്പാനിഷ് കോളനിയായ ഫിലിപ്പൈൻസ്, ഇതെല്ലാം ജപ്പാൻകാർ കീഴടക്കി ഇന്ത്യയിലേക്ക് വരാനാണ് പദ്ധതി എടുക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് ജപ്പാൻ സൈന്യം കടന്നു വരും എന്ന കാര്യം ഉറപ്പായി. അപ്പോഴാണ് ഈ യുദ്ധത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിജി ഒരു അടവ് വെച്ചു. ആ അടവെന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉള്ളത് കൊണ്ടാണ് ജപ്പാൻകാർ ഇന്ത്യയെ ആക്രമിക്കുന്നത്. ജപ്പാൻകാരും ഇന്ത്യക്കാരും തമ്മിൽ യാതൊരു ശത്രുതയുമില്ല, ഏഷ്യൻ രാജ്യക്കാരാണ്, ഞങ്ങൾ തമ്മിൽ സഹോദരങ്ങളാണ് എന്ന നിലപാടായിരുന്നു ഗാന്ധിജി എടുത്തത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയി കഴിഞ്ഞാൽ ജപ്പാൻ ഇന്ത്യയെ ആക്രമിക്കുകയില്ല.
അപ്പോൾ ബ്രിട്ടീഷുകാർ ചോദിച്ചു, ഞങ്ങളിത് ആരെ ഏൽപ്പിച്ച്, ഞങ്ങളിത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളിത് ആരെ ഏൽപ്പിച്ചിട്ട് പോകും? അപ്പോൾ ഗാന്ധിജി പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക എന്ന്. ലീവ് ഇറ്റ് ടു ഗോഡ്സ് ഹാൻഡ്സ് എന്നാണ്. അപ്പം ജനങ്ങൾ ചോദിച്ചു ഗാന്ധിജിയോട്, കാരണം വർക്കിംഗ് കമ്മിറ്റി ഒറ്റയടിക്ക് ഓഗസ്റ്റ് മാസം 9-ാം തീയതി രാത്രിയാണ് ഈ പ്രമേയം പാസ്സാക്കുന്നത്. അന്ന് രാത്രി തന്നെ നേതാക്കളെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്താക്കി, നേതാക്കളില്ലാതായി. അണികൾ അതിശക്തമായിട്ട് ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിന് അനുകൂലമായിട്ട് സമരം ചെയ്യാൻ തുടങ്ങി. അപ്പം ഗാന്ധിജിയോട്, ജയിലിൽ കിടക്കുന്ന ഗാന്ധിജിയോട് അണികൾ ചോദിച്ചു, ഞങ്ങളുടെ നേതാവാര്? അദ്ദേഹം പറഞ്ഞു, എല്ലാവരും സ്വയം നേതാക്കളാവുക. നിങ്ങൾ എന്ത് ചെയ്യണം? ജീവിക്കുക, പൊരുതുക, അല്ലെങ്കിൽ മരിക്കുക. പ്രവർത്തിക്കുക, അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. അന്നേ വരെ ഗാന്ധിജി കൊടുക്കാത്തൊരു നിർദ്ദേശമാണ്. അദ്ദേഹം സഹന സമരമാണ് പറഞ്ഞിരുന്നത്, നിസ്സഹകരണ സമരമാണ് പറഞ്ഞിരുന്നത്, സത്യഗ്രഹമാണ് പറഞ്ഞിരുന്നത്, സമാധാനപൂർണ്ണമെന്നാണ് പറഞ്ഞത്. ഇപ്പം പറയുകയാണ് ഡു ഓർ ഡൈ. എന്ത് ഡു? ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഉന്മൂലന സമരം തന്നെയാണ്. ശത്രുക്കളെ ഉന്മൂലനം ചെയ്ത് ഇന്ത്യയെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. അത് 42-ൽ. 43-ലാണ് ഇയാൾ ബോസ് അവിടെ എത്തുന്നതും പിന്നെ ഇന്ത്യയിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതും. ഈ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ചെയ്തില്ല എന്നുള്ളതാണ് ആക്ഷേപം. ആ ആക്ഷേപത്തിൽ കഴമ്പുണ്ട്. കാരണം ബ്രിട്ടീഷുകാരുടെ പരിപാടികൾക്ക് സഹായകരമായില്ല. കാരണം ബ്രിട്ടീഷ് സൈന്യത്തിലേക്ക് ആളെ ചേർക്കുന്നതിനും അതേപോലെ മറ്റ് പ്രവർത്തനങ്ങൾക്കുമൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ അന്ന് ഹ്രസ്വകാലത്തേക്ക് ചെയ്തു. അത് തെറ്റായ നിലപാടായിരുന്നു എന്നവർ പിന്നീട് തിരിച്ചറിയുകയും തിരുത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൽ ഏർപ്പെടുന്നതിന് പകരം ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാടെടുത്തു എന്നുള്ളത് ശരിയായ നിലപാടായിരുന്നില്ല എന്ന് യുദ്ധം കഴിഞ്ഞ ശേഷമാണ് കമ്മിറ്റി കൂടുന്നത് തീരുമാനിച്ചു. അത് പിന്നെ തിരുത്താൻ ശ്രമിച്ചു. ആ തിരുത്തലാണ് 1945-46 കാലം മുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നത്. തെലങ്കാന സമരം വന്നത്, കേരളത്തിലെ നിരവധി സമരങ്ങൾ നടന്നത്, റെയിൽവേ പണിമുടക്ക്, പോലീസ് പണിമുടക്ക്, റോയൽ ഇന്ത്യൻ നേവിയിലെ പണിമുടക്ക്, കർഷക സമരങ്ങൾ ഒക്കെ നടക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെയും കൂടെ നേതൃത്വത്തിലാണ്. അത് അല്പകാലത്തേക്ക് പറ്റിയ തെറ്റാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ പിന്തുണച്ചില്ല എന്നൊരു പാതകമല്ലാതെ അതിനു മുമ്പോ അതിനുശേഷമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ ജനതയുടെ മോചനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചിട്ടില്ല. 45-ൽ സോവിയറ്റ് യൂണിയൻ്റെ പരാജയം ഉണ്ടാകും എന്നായിരുന്നു ബ്രിട്ടനും ഫ്രാൻസും ആഗ്രഹിച്ചിരുന്നത്. എന്നു മാത്രമല്ല 41 ജൂൺ മുതൽ സോവിയറ്റ് യൂണിയനെ ജർമ്മൻ സേന ആക്രമിക്കാൻ തുടങ്ങിയ അന്നു മുതൽ ബ്രിട്ടനും ഫ്രാൻസുമായിട്ട് കരാർ ഒപ്പിട്ടിരുന്ന സോവിയറ്റ് യൂണിയൻ, അതാണ് അലൈഡ് പവേഴ്സ്, സഖ്യകക്ഷികളെന്ന് പറയും. ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ചേർന്ന് ആക്സിസ് പവേഴ്സ്, അച്ചുതണ്ട് ശക്തികൾ ഉണ്ടാക്കിയപ്പോൾ 41 ജൂണിൽ നാസി പട സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ സഖ്യകക്ഷികളോട് സോവിയറ്റ് യൂണിയൻ ആവശ്യം വച്ചു. സോവിയറ്റ് യൂണിയൻ്റെ നേരെയുള്ള ജർമ്മൻ ആക്രമണത്തിൻ്റെ മൂർധന്യം കുറയ്ക്കുന്നതിനും ജർമ്മൻ സൈന്യത്തിൻ്റെ ശ്രദ്ധ വികേന്ദ്രീകരിക്കുന്നതിനും വേണ്ടി നെതർലാൻഡിൻ്റെയോ നോർവേയുടെയോ തീരത്ത് ഒരു 2ാം യുദ്ധമുന്നണി തുറക്കണം. ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് നാവികപ്പടയെ അവിടെ ഒരുക്കണമെന്നും അതിലൂടെ ജർമ്മൻ കരയിലേക്ക്, ജർമ്മനിയിലൊക്കെ യൂറോപ്യൻ വൻകരയിലേക്ക് ബ്രിട്ടീഷ് സൈന്യത്തെ ഇറക്കണം എന്നും ഒരു നിർദ്ദേശം സോവിയറ്റ് യൂണിയൻ വച്ചു. എന്നാൽ ബ്രിട്ടനും ഫ്രാൻസും അത് അംഗീകരിച്ചില്ല. കാരണം ജർമ്മൻ സേനയും സോവിയറ്റ് സേനയും തമ്മിൽ ഏറ്റുമുട്ടി സോവിയറ്റ് യൂണിയൻ തകർന്നു പോകട്ടെ എന്നുള്ള തങ്ങളുടെ പ്രഖ്യാപിത നയം. സോവിയറ്റ് യൂണിയൻ എന്ന രാഷ്ട്രമുണ്ടായ അന്നു മുതൽ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സാമ്രാജ്യത്വ ശക്തികൾക്ക് വീട് കിട്ടിയ ഒരു അവസരമായിരുന്നു നാസികളുടെ ഈ ആക്രമണം. അതുകൊണ്ട് സോവിയറ്റ് യൂണിയനെ തകർക്കുന്നതിന് വേണ്ടി മുന്നോട്ട് പോയ നാസികളെ പിന്തിരിപ്പിക്കുന്നതിനോ രണ്ടാമതൊരു യുദ്ധമുന്നണി പടിഞ്ഞാറൻ കടലിൽ തുറന്ന് ജർമ്മൻ സേനയുടെ ശ്രദ്ധ അങ്ങോട്ട് ക്ഷണിക്കുന്നതിനുള്ള ശ്രമം ബ്രിട്ടനും ഫ്രാൻസും ചെയ്തില്ല. അതെപ്പോഴാണ് ഉണ്ടാകുന്നത്? 1945 മെയ് മാസത്തിൽ സോവിയറ്റ് സേന വിജയിക്കുകയും ലെനിൻഗ്രേഡിൽ നിന്ന് നാസി പട പിൻവാങ്ങി സോവിയറ്റ് സേന മുന്നേറി ബെർലിൻ പട്ടണത്തിൻ്റെ പകുതി വരെ കീഴടക്കി. കിഴക്കൻ ജർമ്മനി മുഴുവൻ സോവിയറ്റ് സേനയുടെ നിയന്ത്രണത്തിലായതിന് ശേഷമാണ് പടിഞ്ഞാറ് നിന്നും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും സഖ്യകക്ഷികൾ മുന്നേറിയും അതിവേഗത്തിൽ അവർ മുന്നേറി. കാരണം ജർമ്മനി മുഴുവൻ സോവിയറ്റ് യൂണിയൻ്റെ കീഴിൽ അകപ്പെട്ടാൽ ഉണ്ടാകാവുന്ന അപകടം ബ്രിട്ടൻ മനസ്സിലായി. അങ്ങനെ യുദ്ധം
അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ബ്രിട്ടനും ഫ്രാൻസും കൂടെ പടിഞ്ഞാറ് നിന്നും കൂടി ആക്രമിച്ചത് കൊണ്ടാണ് 1945 മെയ് മാസത്തിൽ പടിഞ്ഞാറ് യുദ്ധം അവസാനിച്ചത്. രണ്ട് സഖ്യകക്ഷികളുടെയും പട്ടാളക്കാരുടെ ബൂട്ട് എവിടെയാണോ നിന്നത് അവിടെയായിരുന്നു കിഴക്കൻ ജർമ്മനിയും പടിഞ്ഞാറൻ ജർമ്മനിയും തമ്മിലുള്ള അതിർത്തി. ബെർലിൻ പട്ടണം രണ്ടായിട്ട് വേർതിരിക്കപ്പെട്ടു. അത്രയും വരെ കാത്തിരിക്കാൻ ബ്രിട്ടനും ഫ്രാൻസും തയ്യാറായി. കാരണം സോവിയറ്റ് യൂണിയൻ തകരണമെന്നുള്ളതായിരുന്നു. അപ്പോൾ 1939 ഒരു അനാക്രമണ സന്ധി ഉണ്ടാക്കിയതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം സോവിയറ്റ് യൂണിയൻ്റേത് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത്രയും കാര്യങ്ങൾ 41 മുതൽ 45 വരെയുള്ള യുദ്ധവർഷങ്ങളിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതായിരുന്നു ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ലക്ഷ്യം, സോവിയറ്റ് യൂണിയനെ തകർക്കുക. ആ തകർക്കൽ സംരംഭം അവർ തുടർന്നും കൊണ്ടുപോയതാണ്. ഏതാണ്ട് 7 പതിറ്റാണ്ട് കാലത്തെ സുദീർഘമായ ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ ഫലമായി 1990 ആയപ്പോഴേക്കും സോവിയറ്റ് യൂണിയനെ തകർക്കാൻ അവർക്ക് സാധിച്ചു. ചെകുത്താൻ ഒരിക്കലും ഉറങ്ങുന്നില്ല എന്ന് പറഞ്ഞതുപോലെ സാമ്രാജ്യത്വ ശക്തികൾ കോർപ്പറേറ്റിസത്തിലൂടെ ഫാസിസ്റ്റുകളെ വളർത്തിക്കൊണ്ടുവന്നു. ആ ഫാസിസ്റ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ സോവിയറ്റ് യൂണിയനെ തകർക്കാൻ ശ്രമിച്ചു. അതിൽ സോവിയറ്റ് യൂണിയൻ വിജയിച്ചപ്പോൾ മറ്റ് തരത്തിൽ ശിഥിലീകരണ ശക്തികളുണ്ടാക്കി. ഫാസിസ്റ്റുകൾ എല്ലാ കാലത്തും പ്രയോഗിക്കുന്ന വംശീയത, സങ്കുചിത ദേശീയത, ഭാഷാ ദേശീയത ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സോവിയറ്റ് യൂണിയനെ തകർക്കുകയും 14 സ്വതന്ത്ര റിപ്പബ്ലിക്കുകൾ ഉണ്ടാകാനിടയായതും അതാണ്. അപ്പോൾ 1917 മുതൽ സോവിയറ്റ് യൂണിയനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് സാമ്രാജ്യത്വ ശക്തികൾ ശ്രമിച്ചത് പലരുടെയും സഹായത്തോടു കൂടിയാണ്. അതിലൊരു പ്രബല ശക്തിയായിരുന്നു ഫാസിസ്റ്റുകൾ. ഫാസിസ്റ്റുകൾ തകർന്നു പോയി എന്നുള്ളത് വാസ്തവമാണെങ്കിലും ഫാസിസ്റ്റ് മനോഭാവക്കാർ ലോകത്തിൽ പലയിടത്തും ശക്തി പ്രാപിച്ചു വരുന്നു എന്ന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ ചർച്ച നടത്തുന്നത്. കേരളത്തിൻ്റെ നിയമസഭയിൽ ഈ ചർച്ച വരുന്നതും ഇന്ത്യക്കകത്ത് ഫാസിസ്റ്റ് ശക്തികൾ വർദ്ധിച്ചു വരികയാണ്, അവരുടെ വീര്യം വർദ്ധിപ്പിച്ചു വരികയാണ് എന്ന കാര്യം ഓർക്കാതെയാണ് മുഖ്യമന്ത്രി അത് പറഞ്ഞതെന്ന് നമുക്ക് തോന്നുന്നു. കാരണം ഇന്ത്യക്കകത്ത് ഫാസിസ്റ്റുകൾ ശക്തി പ്രാപിക്കുന്നത് ജർമ്മനിയിലും ഇറ്റലിയിലും അവർക്ക് വിജയിക്കാൻ സൈനിക ശക്തിയിലൂടെ ആയിരിക്കില്ല, ജനങ്ങളുടെ വിശ്വാസത്തിന്മേലും ജനങ്ങളുടെ വികാരത്തിന്മേലും ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടായിരിക്കും. ആ ആധിപത്യം സ്ഥാപിക്കുന്നതിനുള്ള ശ്രമമാണ് കഴിഞ്ഞ 1 നൂറ്റാണ്ട് കാലമായി RSSും സംഘപരിവാറും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാണാനുള്ള കണ്ണ്, രാഷ്ട്രീയമായ കണ്ണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഇല്ലാതെ പോയതിൻ്റെ ദുരന്തമാണ് ഇന്ത്യ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്.